ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് സ്ട്രോബെറി കേക്കാണ്. അപ്പോൾ സ്ട്രോബെറി കേക്കിന് ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് മൈദ, 1 കപ്പ് ഐസിങ് ഷുഗർ, 2 മുട്ട, 1/2 കപ്പ് പാല്, 50 ഗ്രാം ബട്ടർ, 1 കപ്പ് സ്ട്രോബെറി പ്യൂരി, ബേക്കിംഗ് പൗഡർ ആൻഡ് വാനില എസൻസ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രോബെറി കേക്ക് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട ഐസിങ് ഷുഗറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സിയിലാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. അപ്പം നമുക്ക് മുട്ട അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഐസിങ് ഷുഗർ കുറേശ്ശെ ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും ഐസിങ് ഷുഗറും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചെടുത്തിട്ടുള്ള കൂട്ട് നമുക്കിനി വലിയൊരു പാത്രത്തിലേക്ക് പകർന്നു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൈദാമാവ് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദാമാവ് ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യാൻ നോക്കരുത്, കട്ട കിട്ടാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള മൈദാമാവോടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനത് 3 പ്രാവശ്യമായിട്ടാണ് മൈദാമാവിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, 2 ടേബിൾ സ്പൂൺ ആൽമണ്ട് ഫ്ലോർ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിലെ വെള്ളമെല്ലാം പോയിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം നമുക്കിത് ചൂടാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ മാവിലേക്ക് നമുക്ക് സ്ട്രോബെറി പ്യൂരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു പാത്രം വെക്കുകയാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണ്. തീ കുറച്ച് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഞാനൊരു അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തേച്ച് കൊടുക്കുകയാണ് പാത്രത്തിൽ ഫുള്ള്. ഇനി അതിലേക്ക് നമുക്കൊരു ബട്ടർ പേപ്പർ വെക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ കൂട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം, കാരണം ഇതിനകത്ത് എയർ ബബിൾസ് കാണും, അത് പോകണം. അതിനായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ കോട്ട് ചൂടായിട്ടുള്ള ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. നമുക്കൊരു 45 മിനിറ്റോളം വേണ്ടി വരും ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. തീ എപ്പോഴും കുറച്ച് വെക്കണം. അടച്ചിനി 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം.
45 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി നമ്മുടെ കേക്ക് റെഡിയായോ നോക്കാം. നമുക്കതിനായിട്ടൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്കിലെങ്ങും കേക്കിൻ്റെ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തണുത്തിട്ട് എടുക്കാവുന്നതാണ്.